പുള്ളിക്കാരൻ എന്താണ് അടി കിടന്ന് തപ്പുന്നു? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ശരിക്കും നമ്മൾ ചുമ്മാ ജസ്റ്റ് പുറത്തോട്ടൊന്ന് പോവുകയാണ്. പുറത്തോട്ട് പോകാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ വണ്ടീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ തീർന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ ഈ ഇടയ്ക്കാണ് അറിഞ്ഞത്. എനിക്ക് 2 ദിവസം മുന്നേ ആണെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു പൊല്യൂഷൻ തീർന്നെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പൊല്യൂഷൻ ഓൾറെഡി കഴിഞ്ഞിട്ട് 2-3 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലായിട്ട് കുഴപ്പമില്ല. ഇവിടെ ആണെങ്കിൽ ഇതുവരെ പോലീസ് കൈയൊന്നും കാണിച്ചിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ ആ ഒരു സീനില്ല. ഇതുവരെ പിടിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇന്ന് പൊല്യൂഷൻ എടുക്കണം. അപ്പം ആദ്യം പോകുന്ന പൊല്യൂഷൻ എടുക്കാനായിട്ടാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ എന്താ പറയുക, ഓയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വാങ്ങിച്ചൊരു ഓയിലിൻ്റെ കുറച്ച് ബാക്കി ഒരു 200 ml ബാക്കി 200-250 ml ബാക്കിയിരിപ്പുണ്ട്. അതും പിന്നെ ഞാൻ ഒരു 1 ലിറ്ററിൻ്റെ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ എന്താണെന്നുള്ളത്, ഏത് ഓയിലാണെന്നൊക്കെ ഉള്ളത് ഞാൻ അവിടെ ചെന്ന് ചേഞ്ച് ചെയ്യാൻ നേരം കാണിച്ചു തരാം. പിന്നെ പറ്റുമെങ്കിൽ പറ്റിയൊരു ഷോപ്പ് കിട്ടുവാണെങ്കിൽ കൂളൻ്റ് കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യില്ല, ടോപ്പപ്പ് ചെയ്യണം. കൂളൻ്റ് ഫുള്ള് കാലിയാണ്. ഇവിടുത്തെ ട്രാഫിക്കിൽ, ബാംഗ്ലൂരത്തെ ട്രാഫിക്കിൽ കിടന്ന് ഓടുന്നതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ പൊല്യൂഷൻ എടുക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണെങ്കിൽ ഇവിടുന്ന് ആകെ ഇനി ഒരു 2.7 കിലോമീറ്റർ റൂമിൻ്റെ അവിടെ നിന്നുണ്ടായുള്ളൂ. ഇനി ആകെ 2.3 കിലോമീറ്റർ, 6 മിനിറ്റ് സമയം. അവിടെയാണെങ്കിൽ ഒരു മോട്ടോർ ലാൻഡ് തിയറി എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഷോപ്പ് കാണുന്നുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും അവിടെ നിന്ന് ഓയിൽ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് അവിടെ നിന്ന് കയറി നോക്കാം. വേറെ കടയുണ്ട് അവിടെ കയറാൻ, തിരക്കവിടെ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നോക്കാം. എന്തായാലും ആദ്യം പോയി പൊല്യൂഷൻ എടുക്കാം. അതാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അല്ലെങ്കിൽ പിന്നെ പെറ്റി അടിച്ച് ചാകും. ഇവിടേക്ക് പിടിച്ചു കഴിഞ്ഞാൽ കേരള വണ്ടിയെന്ന് കാണുമ്പോൾ തന്നെ 2000-3000 ആയിരിക്കും സ്റ്റാർട്ടിങ് ചോദിക്കുക. പിന്നെ അത് വില പേശി വല്ല 50-100 എത്തിക്കേണ്ട അവസ്ഥ വരും. എന്തിനാ വെറുതെ അങ്ങനെ വിലപേശാൻ നിൽക്കുന്നതിനേക്കാൾ നല്ലത് 80 രൂപ എടുത്ത് പൊല്യൂഷൻ എടുക്കുന്നതായിരിക്കും. നമുക്കാണെങ്കിൽ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വേറൊരു പണി കിട്ടുന്നുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ അത് സീനാണ്. സംഭവം ബൾബിനോ സ്വിച്ചിനോ ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. പക്ഷേ എങ്ങനെയൊക്കെയോ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കത്താതെ പോകും. ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം ഓൾറെഡി റെഡിയാക്കി. ഇപ്പോൾ വീണ്ടും റൈറ്റിലോട്ടുള്ള ഇൻഡിക്കേറ്റർ, നമ്മൾ ഇവിടെ ഇൻഡിക്കേറ്റർ ഇടുമ്പം നമ്മുടെ സ്ക്രീനിൽ ഇൻഡിക്കേറ്റർ കത്തുന്നതായിട്ടൊക്കെ കാണിക്കും. പക്ഷേ ലൈറ്റ് കത്തൂല. പക്ഷേ അത് ലൈറ്റിൻ്റെ കംപ്ലൈൻ്റ് അല്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു വയറിങ്ങിൽ ലൂസായി എന്തോ സംഭവമുണ്ട്. അത് പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് കംപ്ലൈൻ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കൂടിപ്പോയ ഒരു 2 ആഴ്ചയൊക്കെ മാക്സിമം നിൽക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും കത്താതാവും, വീണ്ടും കൊണ്ടുപോയി കാണിക്കേണ്ട അവസ്ഥയാണ്. അതെന്താണെന്നറിയാൻ മേല. പിന്നൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലെ നമ്പർ പ്ലേറ്റ് ക്ലാമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ പൊട്ടിയിട്ടുണ്ടായി. ആദ്യം ഞാൻ കൊണ്ട് വെൽഡ് ചെയ്തു. അവർ നോർമൽ വെൽഡിങ് ചെയ്ത് തന്നു. അത് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പൊട്ടി. പിന്നെ രണ്ടാമത് ഞാൻ കൊണ്ടുപോയി വെൽഡ് ചെയ്തു. അന്നേരം അവർ മറ്റേ ഗ്യാസ് വെൽഡിങ് ആണ് ചെയ്തത്. അതിപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല. മാപ്പിലാണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെൻറ്ററിൻ്റെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ഈ ഒരു പമ്പിൻ്റെ ഉള്ളിലോട്ടാണ്. ഇൻഡിക്കേറ്റർ ഇല്ലാത്തതുകൊണ്ട് വല്ലാത്ത സീനാണുള്ളത്. ഇവിടെ തന്നെയാണ്. പക്ഷേ പെട്ടു ഗൈസ്. അത് തുറന്നിട്ടില്ല, അടച്ചേക്കാണ്. ചോദിച്ചു നോക്കാം ആളുണ്ടോ ഇല്ലോന്ന്. എന്തായാലും कितना टाइम? और एक पेट्रोल पंप नीचे हाँ ये साइड पे ഓക്കെ. അമ്മ പുള്ളിക്കാരനാണ് ഫുഡ് കഴിക്കാൻ പോയേക്കാന്ന് പറഞ്ഞപ്പം കുറച്ചപ്പുറം വേറൊരു പെട്രോൾ പമ്പ് അവിടെയുണ്ട് പൊല്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ്. നമുക്കെന്തായാലും ആ ഒരു പൊല്യൂഷൻ സെൻറ്ററിലോട്ട് പോകാം. ഇവിടെ ഒരു പെട്രോൾ പമ്പ് കാണുന്നുണ്ട്. മിക്കവാറും പുള്ളി പറഞ്ഞ പെട്രോൾ പമ്പ് ഇതായിരിക്കും. നോക്കാം അവിടെ പൊല്യൂഷൻ അവിടെ ഉണ്ട്. പൊല്യൂഷൻ ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തായാലും പൊല്യൂഷൻ ടെസ്റ്റിംഗ് ചെയ്യാം.
നമുക്കപ്പോൾ അതേ പൊല്യൂഷൻ്റെ പേപ്പർ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനാണ് സൈലൻസറിനകത്ത് വെച്ച പൈപ്പ് തിരിച്ച് ഊരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇവിടെ ആണെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തത് 65 രൂപയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലാസ്റ്റ് ടെസ്റ്റ് ചെയ്തത് 80 രൂപയ്ക്കാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ നിന്ന് 80 രൂപ വാങ്ങാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം 65 രൂപ വാങ്ങി. നമ്മളെ പറ്റിക്കുന്നതാണോ എന്തോന്ന് അറിയത്തില്ല, അതോ ഇനി പലയിടത്തും പല റേറ്റാണോ എന്തോന്നൊന്നും അറിയാൻ മേല. ഇവിടെ നിന്ന് എന്തായാലും 65 രൂപ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യണം, പിന്നെ കൂളൻ്റ് ഒന്ന് ടോപ്പപ്പ് ചെയ്യണം. അതിനുള്ള കട തപ്പി പിടിക്കാം. നല്ല കടയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വരുന്ന വഴി കണ്ട ആ ഒരു ഷോപ്പിൽ തന്നെ പോകാറുള്ളൂ. നമ്മളങ്ങനെയാണെങ്കിൽ തിരിച്ച് നമ്മൾ പോയപ്പോൾ കണ്ട ആ ഒരു കടയുടെ അവിടെയൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. വേറെ ഇതുപോലത്തെ കടയൊന്നും കണ്ടിട്ടില്ല. ഇവിടെ എന്തായാലും ചോദിക്കാം, ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യം പറയാം. എത്ര ടൈം എടുക്കും എന്താണെന്നുള്ളത് ചോദിക്കാം എന്തായാലും. oil change ಮಾಡಬೇಕು or coolant top up? 4 pipes also damaged. That is damaged. I will change it later only. Okay. Now I don't have the amount. I just want to change the oil and coolant I need to top up. Oil I have it in my hand. Oil you have it? Yeah. Only oil change and coolant top up. Yeah. No? Okay, fine. So give me 2 minutes, no? Have a seat inside. Yeah, sure. പുള്ളിയാണെങ്കിൽ ഈ ഫ്രണ്ടിലത്തെ ഫോർക്ക് ഓയിൽ സീലൊക്കെ പോയി കിടക്കുന്നതൊക്കെ പറയണ്ടായി. അത് ഫുള്ള് പോയി കിടക്കരുത്. അപ്പൂപ്പൻ താടി കാലങ്ങളായി കണ്ടിട്ട്. ഫോർക്ക് ഓയിൽ സീൽ രണ്ടും പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റമ്പ് ഉൾപ്പെടെ മാറ്റേണ്ടി വരും. അത് നമ്മുടെ കയ്യിൽ എന്തായാലും മാറ്റാൻ പൈസയില്ല. ഞാൻ ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റമ്പിന് എത്ര 1500 രൂപ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി മാറണമെങ്കിൽ എന്തായാലും 3000 ആകും. അതുപോലെ തന്നെ ടയറും ഫുള്ള് മുട്ടയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടി പൈസ സെറ്റ് ചെയ്തിട്ട് എല്ലാം കൂടി ഒന്നിച്ച് മാറ്റാം എന്നുള്ളൊരു ഐഡിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ സ്റ്റമ്പ് മാറ്റുന്നില്ല, അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കുക. എന്തായാലും ഇപ്പം എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് ഓയിലും കൂളൻറ്റുമാണ്. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കേസും കൂടി ഒന്ന് പറയാം. അവിടുന്ന് ഓയിൽ മാറ്റാൻ യോഗമില്ല മണി. അതിനകത്തിരിക്കുന്ന വണ്ടികളൊക്കെ കാണാം, ഹൈടെക്. ബെന്നലി ഫ്രണ്ടിൽ വേറെ ഏതോ ഒരെണ്ണം ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഉള്ളിൽ R1 നിഞ്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ ഇരിപ്പുണ്ടായി. അപ്പോൾ അവിടെ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോർമലി ഫുള്ളായിട്ട് സർവീസ് മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പം ഇപ്പോൾ ഇവിടെ ഓയിലും ചേഞ്ച് ചെയ്ത് കൂളൻറ്റും ടോപ്പപ്പ് ചെയ്ത് ഒരു വാഷും ചെയ്യുമ്പോഴത്തേക്ക് 899 രൂപ ആവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ടയറൊക്കെ കണ്ടിട്ട് ഒരു സൈഡ് തേഞ്ഞിട്ടുണ്ട്. ടയർ മുട്ടയാണ് ഓൾറെഡി, അതെനിക്കറിയാം. പിടിച്ചാൽ പോലും കിട്ടാത്ത അവസ്ഥയാണ്. എന്തായാലും പൈസ സെറ്റ് ചെയ്യാണ്ട് വണ്ടി കയറ്റാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും പൈസ സെറ്റ് ചെയ്തിട്ട് പുള്ളിയാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം കൂടെ പണിഞ്ഞിറക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലും ഒരു 15-20 രൂപയ്ക്ക് അടുപ്പിച്ച് വരും. അതെന്തായാലും നമ്മളെ കൊണ്ട് ഇപ്പോൾ താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ വേറൊരു ചെറിയൊരു കട ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് എന്തായാലും നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ കൂളൻ്റ് കിട്ടുമോ ഇല്ലെന്നൊന്നും അറിയാൻ മേല. ഓയിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഇനി എന്താ പറയുമോ എന്തോ ചോദിച്ചു നോക്കാം എന്തായാലും. ഓയിൽ ചേഞ്ച് ഓയിൽ ഗാഡിക്ക ഓയിൽ ചേഞ്ച് ಮಾಡಬೇಕು. फिल्टर नहीं है, ऑयल है. NS200 ஆயில். ஆயில் எங்கிட்ட இருக்கு, ஆனால் ஃபில்டர் இல்லை. எங்கே இருக்கு? சர்க்கிளில் ഓക്കെ. നമ്മളാണെങ്കിൽ പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നുപോയി. ഓയിലും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വന്നു, പക്ഷേ എന്താ പറയുക, മറ്റേ ഓയിൽ ഫിൽറ്റർ വാങ്ങാൻ വിട്ടുപോയി. അപ്പോൾ ഇവിടെ കുറച്ചപ്പുറം പോകുമ്പോൾ നമ്മൾ ആദ്യം പോയ റൂട്ട് തന്നെയാണ് ഇത്. നമ്മളിപ്പം വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോൾ ചിലവായിക്കോട്ട് കിടക്കുക. നമ്മളാദ്യം പോയ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു. ആ ഒരു സിഗ്നലിൻ്റെ അവിടെ തന്നെ ഒരു സൂര്യ ഓട്ടോ സ്പേസ് എന്നോ അങ്ങനെ എന്തൊരു കടയുണ്ട്. അവിടെ ഓയിൽ ഫിൽറ്റർ കിട്ടും, അവിടുന്ന് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. പുള്ളി ചേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ ചോദിച്ചില്ല. അല്ല, അവിടെ ഒന്നും വലിയ റേറ്റ് കാണാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ഒരു വോൾവോയുടെ കളറ് കൊള്ളാവേ, ഒരു ഗ്രീൻ കളർ മാറ്റ് ഫിനിഷ്. അപ്പോൾ ഈ ഒരു സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലാണെന്നാണ് പറഞ്ഞത്. അപ്പുറത്ത് കട കാണുന്നുണ്ട്, ഒരു ടോട്ടൽ ലൂബ്രിക്കൻസ് സൂര്യ ഓട്ടോമൊബൈൽസ് എന്നൊക്കെ എഴുതിയിട്ട്. നമുക്ക് യു ടേൺ അടിച്ച് വേണം വരാനായിട്ട്.
മോനെ എന്നാ ചൂടാണെന്നറിയോ, കരിഞ്ഞു പോകുന്ന ചൂടാണ്. പക്ഷേ രാവിലെ ഒരു 7 മണി 8 മണി വരെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ഡിഗ്രി 16 ഡിഗ്രി, അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല പുറത്ത്, അതുപോലെ ചൂടാണ്. പെട്ടെന്ന് വാങ്ങിയിട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ പണി കിട്ടും. സിഗ്നലിൽ റോഡിൻ്റെ സൈഡിലാണ് വണ്ടി വെച്ചേക്കുന്നത്. ഇവിടെ വേറെ പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമൊന്നുമില്ല. NS200 ऑयल फिल्टर कितना कितना ना നമ്മൾ ഓയിൽ ഫിൽറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ സാധനം തന്നെയാണോ എന്തെന്ന് ഒന്നും അറിയാൻ മേല കേട്ടോ. സംഭവം കണ്ടോ, വെള്ള പേപ്പറിൽ. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഓയിൽ ഫിൽറ്റർ കണ്ടിട്ടില്ല. നമ്മുടെ നേരത്തേക്ക് വാങ്ങിച്ചിട്ടുള്ള കംപ്ലീറ്റ്ലി ബജാജിൻ്റെ ഒരു കവറിങ്ങിലായിട്ട് വരുന്ന സാധനമായിരുന്നു. ഇത് ജസ്റ്റ് ഒരു വെള്ള ബൈൻഡ് വെട്ടി അതിനകത്ത് ബജാജിൻ്റെ സ്റ്റിക്കർ ഇങ്ങനെ വേറെ ഇതിൽ നിന്ന് പൊട്ടിച്ചൊട്ടിച്ച പോലെ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുന്നു. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചേക്കുന്നു. എന്തായാലും ഒന്ന് തുറന്നു നോക്കട്ടെ അവസ്ഥ എന്താണെന്നുള്ളത്. സാധനം എടുത്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും വാങ്ങിച്ചല്ലേ, ഇത് തന്നെ കൊണ്ടിടാം. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഓയിൽ ഇതേ മോട്യൂളാണ്. മോട്യൂൾ 7140/20W50. ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ കൊച്ചിയിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലിക്വിമോളി ആയിരുന്നു. ആദ്യം മോട്യൂൾ തന്നെയായിരുന്നു ഈ സെയിം സാധനം. പിന്നെ നമ്മൾ ലിക്വിമോളിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ബാംഗ്ലൂർ വന്നിട്ട് വീണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ച് കാരണം ഇത് പ്രൈസ് കുറവാണ് ഇത്തിരി ലിക്വിമോളിയെ വെച്ച് നോക്കുമ്പോൾ. അത് കാരണം നമ്മൾ വീണ്ടും മോട്യൂളിലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് 1 ലിറ്ററാണുള്ളത്. അതുപോലെ തന്നെ നേരത്തെ വാങ്ങിയതിൻ്റെ ഒരു 250 ml ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ ഓൾമോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 4,500 കിലോമീറ്റേഴ്സ് ഇൻ്റർവെൽ വെച്ചിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ട്രാഫിക് കണ്ടീഷനൊക്കെ വെച്ചിട്ട് അതിന് മുന്നേ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾറെഡി 4000 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പഴയ ഓയിൽ പുറത്തെടുക്കുമ്പോൾ അറിയാം എന്താണ് ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത്. പുള്ളിക്കാരൻ എന്താണ് അടിയിൽ കിടന്ന് തപ്പുന്നു? എവിടെ നിന്നാണ് ഓയിൽ ഊരണ്ടെന്ന് തപ്പ് വന്നത്? പണി കിട്ടുമോ ദൈവം തമ്പുരാനെ? ഇതാണ് ഞാൻ അല്ലാത്ത മറ്റേ നേരത്തെ ആദ്യം പോയ ടൈപ്പ് കടകൾ നോക്കി പോകുന്നത്. എന്താകും അവസ്ഥ എന്നുള്ളത് നോക്കിയും കണ്ടെന്ന് തന്നെ അറിയണം. എൻ്റെ ദൈവമേ, 1.25 ലിറ്റർ ഓയിൽ ഒഴിച്ചതാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ആകെ ഇത്രേ ബാക്കിയുള്ളൂ. അപ്പോൾ അത് കളറ് കിട്ടില്ല, കറുത്ത് കരുവാളിച്ചിട്ട് ഒരുമാതിരത്തെ കളർ. അപ്പം ബാംഗ്ലൂരിലൊക്കെ ഓടുന്ന ഒരു 2000-2500 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ മാറ്റേണ്ട അവസ്ഥ വരുമെന്ന് തോന്നുന്നുണ്ട്. ക്യാമറ പുള്ളിയാണെ വന്ന് ചോദിക്കാൻ ഇതെന്താണെന്നുള്ളത്. ഞാൻ പറഞ്ഞ ക്യാമറയാണ്. എന്തിനാ റണ്ണിങ്ങിലുള്ള വീഡിയോ എടുക്കണം? ഞാൻ പറഞ്ഞ ആണെന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ ഒരു പുള്ളി കുറേ നേരമായിട്ട് പല സ്ക്രൂ ഡ്രൈവറല്ല, മറ്റേ എന്താ ഈ നട്ട് ഊരുന്ന സാധനം. പുള്ളിക്ക് അളവും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. അപ്പുറത്ത് മറ്റേ ഓയിൽ ഊരുന്ന സ്ഥലത്ത് തന്നെ പുള്ളി 3-4 എണ്ണം എടുത്തുകൊണ്ട് വന്ന് പലതിട്ട് നോക്കിയാണ് ഊരിയത്. ഇവിടെ അത് തന്നെയാണ് അവസ്ഥ. പുള്ളി ആദ്യം ഒരെണ്ണം എടുത്തുകൊണ്ട് വന്ന് ചേരുന്നില്ല, രണ്ടാമതൊരെണ്ണം എടുത്തിട്ടൊന്നും ചേരുന്നില്ല. എന്നിട്ട് ഇപ്പം മൂന്നാമത് വേറെ എവിടുന്നോ തപ്പി എടുത്തിട്ട് വന്നിട്ട് അതും കൊണ്ടാണ് ഊരിയത്. നട്ടിൻ്റെ അളവ് പോലും അറിയാത്ത മനുഷ്യനാണ്. ഞാനിതുകൊണ്ട് ഓയിൽ മാത്രമേ ഇവിടുന്ന് മാറ്റുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. വേറെ റിസ്ക് എടുക്കാൻ മേല.
ഓയിൽ ഫിൽറ്റർ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഓയിൽ ഒഴിക്കണം. कितना भैया? 70. അപ്പോൾ നമ്മുടെ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അത് ഓയിൽ ചേഞ്ച് ചെയ്ത് കിട്ടുന്ന വരെ നെഞ്ചിനകത്ത് നല്ല ഇടുപ്പായിരുന്നു. എൻ്റെ പൊന്നോ, പുള്ളിയാണെങ്കിൽ ആദ്യം അടിയിൽ കിടന്ന് അടിയിൽ പോയിട്ട് എവിടെ നിന്ന് ഇതിൻ്റെ ഓയിൽ കളയണ്ടേന്നുള്ളത് തപ്പിയപ്പോൾ തന്നെ എൻ്റെ ചങ്ക് കത്തിപ്പോയി. പിന്നെ ഇത് കിട്ടുന്നവരെ വല്ല പണി കിട്ടുമോ എന്നുള്ള പേര്. അത് കാരണം പുള്ളി നട്ടിൻ്റെ സൈസ് പോലും പുള്ളിക്ക് അറിയാൻ പറ്റില്ല. പുള്ളി ആദ്യം പോയി ഒരു മറ്റേ നട്ട് വരുന്ന സംഭവം എടുത്തിട്ട് വന്നു, അത് ചേരുന്നില്ല. എന്നിട്ട് അത് കൊണ്ടുവച്ചിട്ട് വേറെ എടുത്തിട്ട് വന്നു. അങ്ങനെ രണ്ട് സൈഡിൽ ഓയിൽ ഫിൽറ്ററിൻ്റെ നട്ട് ഊരാനും അതുപോലെ തന്നെ ഓയിൽ കളയുന്ന അതിൻ്റെ നട്ട് ഊരാനും പുള്ളി 2 പ്രാവശ്യം പോയിട്ട് മാറി എടുത്തിട്ട് വന്നിട്ടാണ് കറക്റ്റ് നട്ടിൻ്റെ അളവുള്ള സംഭവം, സ്ക്രൂ ഡ്രൈവർ പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പോലത്തെയൊക്കെ ആ ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് വന്നത് തന്നെ. അപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യുമോ ചോദിക്കണം. അതുപോലെ തന്നെ ഈ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്താത്തത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാൽ പുള്ളി ആദ്യം ഇത് തപ്പുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മതിയായി. പിന്നെ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്ത് കിട്ടി. ഇനി നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതല്ല. ഞാൻ ജസ്റ്റ് എന്തായാലും ഇത് പൊല്യൂഷൻ എടുക്കാനും ഓയിൽ ചേഞ്ച് ചെയ്യാനൊക്കെ പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടേക്കാം. ഓയിൽ ഏതാ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.